أعوذ بالله من الشيطان الرجيم. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. സൂറത്തുൽ കഹ്ഫ് 77 മുതൽ 79 വരെയുള്ള ആയത്തുകളാണ്. അവർ വീണ്ടും ആ യാത്ര തുടർന്നു. ഒരു പട്ടണത്തിൽ എത്തിച്ചേർന്നു. അന്ന് നാട്ടുകാരോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു. പക്ഷേ അവരെ അതിഥികളായി സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. അപ്പോൾ അവിടെ ഒരു പൊളിഞ്ഞു വീഴാറായ മതിൽ കണ്ടപ്പോൾ അവരാ മതിൽ നേരെയാക്കി സ്ഥാപിച്ചു. അപ്പോൾ മൂസ പറഞ്ഞു, താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലം വാങ്ങാമായിരുന്നല്ലോ. അപ്പോൾ ഖിദർ പറഞ്ഞു, മതി, നമ്മുടെ ഒന്നിച്ചുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിനക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന ആ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഞാൻ വിശദീകരിച്ച് തരാം. ആദ്യമായി ആ കപ്പലിൻ്റെ കാര്യം തന്നെ എടുക്കാം. കടലിൽ പണിയെടുക്കുന്ന ചില പാവങ്ങളുടേതായിരുന്നു ആ കപ്പൽ. ഞാനതിനെ കേടുവരുത്താൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം അവർക്ക് പിന്നിൽ നല്ല കപ്പലുകളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഖിദറിൻ്റെ കൂടെയുള്ള മൂസാ നബിയുടെ യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ അവർ ഒരു പട്ടണത്തിൽ എത്തിച്ചേർന്നു. വിശന്നവശരായ അവർ ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. പക്ഷേ ആ നാട്ടുകാർ വളരെ ദുഷിച്ച സ്വഭാവക്കാരായിരുന്നു. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്ന സംസ്കാരമൊന്നും അവർക്കില്ലായിരുന്നു. എന്നിട്ടും ഖിദർ അവരെ വെറുക്കുകയോ ശപിക്കുകയോ ചെയ്യാതെ തകർന്നു വീഴാറായ ഒരു മതിൽ കണ്ടപ്പോൾ അത് പണിതു കൊടുത്തു. ഇത് കണ്ടപ്പോൾ മൂസാക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഖിദറിനോട് ചോദിക്കുകയാണ്, വിശന്നവന് ഭക്ഷണം നൽകാത്ത ഇത്തരം ക്രൂരന്മാരിൽ നിന്നും എന്തുകൊണ്ടാണ് അതിനുള്ള പ്രതിഫലം വാങ്ങിക്കാതിരുന്നത്, ആ മതിൽ പണിതതിൻ്റെ പ്രതിഫലം? അപ്പോൾ ഈ ചോദ്യം കേട്ടതോടുകൂടി ഗുരുവായ ഖിദറിന് മതിയായി. ഇനി മേലിൽ താൻ എന്ത് കണ്ടാലും അതേക്കുറിച്ച് ചോദിക്കുകയില്ല എന്ന് പറഞ്ഞ മൂസ വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഖിദർ പറഞ്ഞത്, ഇനി നമുക്ക് പിരിയാം. ഇപ്പോൾ നീ കണ്ടിടത്തോളം കാര്യങ്ങളെപ്പറ്റി ഞാൻ വിശദീകരിക്കാം. ആദ്യമായി ആ കപ്പലിനെ കുറിച്ചാണ്. ആ കപ്പലിൽ ഒരു ഓട്ടം ഉണ്ടാക്കിയതിൻ്റെ കാരണം നല്ല കപ്പലുകളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു രാജാവുണ്ട് ആ നാട്ടിൽ. അപ്പോൾ ഈ ഓട്ട വീണ് മുങ്ങി പോകാൻ പോകുന്ന കപ്പലൊന്നും അയാൾ പിടിച്ചടക്കുകയില്ലല്ലോ. അതുകൊണ്ട് ആണ് ഞാനതിന് ഓട്ട ഉണ്ടാക്കിയത്. ആ പാവപ്പെട്ടവരുടെ ആ കപ്പൽ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്തത്. തുടർന്നുള്ള കാര്യങ്ങളുടെ വിശദീകരണങ്ങൾ അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.